ഡോക്ടർ മൻമോഹൻ സിംഗിന് വിട നൽകാനൊരുങ്ങുകയാണ് രാജ്യം. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് വേണ്ടി അന്തിമകർമ്മങ്ങൾക്കായി നിഗംബോധ് ഘട്ട് ഒരുങ്ങുന്നു. 11:45 നിഗംബോധ് ഘട്ടിൽ യമുനയുടെ തീരത്ത് പൂർണ്ണ സൈനിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. ജൻപഥ് 3-ാം നമ്പർ വസതിയിലുള്ള മൃതദേഹം 8 മണിയോടെ ACC ആസ്ഥാനത്താണ് എത്തിക്കുക. അന്ത്യവിശ്രമത്തിനായി പ്രത്യേക സ്ഥലം വേണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം പക്ഷേ കേന്ദ്ര സർക്കാർ ഇതുവരെയും അംഗീകരിച്ചില്ല. ഇപ്പോൾ ചടങ്ങ് നടക്കട്ടെ, സ്മാരകത്തിനുള്ള സ്ഥലം പിന്നീട് അനുവദിക്കാം എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം നൽകണം, അതും അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തു തന്നെ നൽകണം എന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ആവശ്യം. സിഖ് വിഭാഗത്തെ മുഴുവൻ അവഹേളിച്ചു എന്ന തരത്തിലുള്ളൊരു പ്രസ്താവന കൂടി ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തിയിട്ടുണ്ട്. PR സുനിലും നോബൽ മാരിക്കാരനും നമുക്കൊപ്പം ചേരുന്നു. നോബൽ മാരിക്കാരൻ, ഗുഡ് മോർണിംഗ്. PR സുനിൽ, വെരി ഗുഡ് മോർണിംഗ്. ഈ തണുത്ത പ്രഭാതത്തിൽ നമ്മളുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് അന്ത്യയാത്ര ഒരുക്കാൻ പോവുകയാണ് രാജ്യം. 11:45 സംസ്കാര ചടങ്ങുകൾ. 8:30 ACC ആസ്ഥാനത്തേക്ക് ഭൗതിക ശരീരം എത്തിക്കും. എനിക്കറിയാം, ഇപ്പോൾ നല്ല കട്ട പിടിച്ചിരിക്കുന്ന മഞ്ഞ് കാണാൻ സാധിക്കുന്നു. ഇന്നലെ ഈ സമയത്ത് വലിയ മഴയായിരുന്നു. ഇന്ന് മുതിർന്ന നേതാക്കൾ ആരെങ്കിലും രാവിലെ ജൻപഥിൽ 3-ൽ എത്തിയിട്ടുണ്ടോ? നോബൽ മാരിക്കാരൻ, എപ്പോഴാണ് ജൻപഥ് 3-ൽ നിന്ന് കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് എത്തിക്കുക? മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മല്ലികാർജ്ജുൻ ഖർഗെ, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി അവരാരെങ്കിലും രാവിലെ വീട്ടിലേക്ക് എത്തി മൃതശരീരത്തെ അനുഗമിച്ച് ഈ കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകുമോ? വിലാപയാത്രയായിട്ടായിരിക്കുമോ അവിടെ നിന്നും നിഗംബോധ് ഘട്ടിലേക്ക് എത്തിക്കുക? എങ്ങനെയാണ് അന്ത്യയാത്ര ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത്? നോബൽ. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. നമ്മളുള്ളത് അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ വസതിക്ക് മുന്നിലാണ്. നിലവിൽ ഇപ്പോൾ രാവിലെ ഇവിടെ പ്രത്യേക സുരക്ഷ അടക്കമുള്ള സംവിധാനങ്ങൾ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളാരും നിലവിൽ ഇവിടെ എത്തിയിട്ടില്ല. ഇവിടെ നിന്ന് 8 മണിക്ക് ഭൗതിക ശരീരം കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് എത്തിക്കും എന്നാണ് ഇവിടെ നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതിനു മുന്നോടിയായുള്ള അവരുടെ സിഖുപരമായ ചില കർമ്മങ്ങൾ ഇവിടെ ഉണ്ടാകും എന്നും അറിയാൻ കഴിയുന്നു. അതിനുശേഷം കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് ഭൗതിക ശരീരം എത്തും. കോൺഗ്രസ് നേതാക്കൾ അവിടെ സ്വീകരിക്കും. ഇവിടെ കോൺഗ്രസ് നേതാക്കൾ എത്തുന്നതിനെക്കുറിച്ച് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരമില്ല. കോൺഗ്രസ് ആസ്ഥാനത്തായിരിക്കും നേതാക്കൾ ഉണ്ടാവുക. അവിടെ 8 മണിക്ക് എത്തുന്ന ഭൗതിക ശരീരം 8:30 മുതൽ 9:30 വരെ പൊതുദർശനത്തിൽ വയ്ക്കും. പ്രധാനപ്പെട്ട നേതാക്കൾക്കും അതോടൊപ്പം തന്നെ പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ അവിടെ അവസരം ഉണ്ടാക്കും. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് ACC ആസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് 9:30 വിലാപയാത്രയായി നിഗംബോധ് ഘട്ടിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോകും എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മൻമോഹൻ സിംഗ് രാജ്യത്തും ലോകത്തുമൊക്കെ പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അവസാനം അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി ആളുകൾ എത്തുമെന്ന പ്രതീക്ഷയാണ്. ഒരുപക്ഷെ ഈ സമയക്രമം കൃത്യമായി പാലിക്കാൻ കഴിയുമോ എന്നൊരു ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനും ഉണ്ട്. കാരണം ഇത്രയധികം ആളുകൾ അദ്ദേഹത്തെ കാണാൻ എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ സമയം നീണ്ടുപോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. നിഗംബോധ് ഘട്ടിൽ നിന്ന് കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്ന് വിലാപയാത്രയായാണ് നിഗംബോധ് ഘട്ടിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോവുക. ആ വിലാപയാത്രയിൽ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും പങ്കെടുക്കും. വിലാപയാത്ര പരിഗണിച്ചുകൊണ്ട് അതീവ സുരക്ഷയും അതോടൊപ്പം തന്നെ വലിയ റോഡ് ട്രാഫിക് നിയന്ത്രണങ്ങളൊക്കെ ഇതിനോടകം തന്നെ ദില്ലി പോലീസ് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നിഗംബോധ് ഘട്ടിലെത്തി അവിടെയും മതപരമായ ചടങ്ങുകൾ ഉണ്ടാകും. 11:45 തന്നെ സംസ്കാരം നടക്കും എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. പൂർണ്ണമായ സൈനിക ബഹുമതിയോടെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. കേന്ദ്ര സർക്കാർ അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ മന്ത്രിസഭാ യോഗം തീരുമാനം എടുത്തിരുന്നു. അതോടൊപ്പം തന്നെ പ്രധാനമായും ഇപ്പോൾ വിവാദം ഉയർന്നിരിക്കുന്നത് സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. അതായത് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സംസ്കരിക്കുന്ന സ്ഥലം തന്നെ സ്മാരകമാക്കി മാറ്റണം എന്നായിരുന്നു കോൺഗ്രസിൻ്റെ ഒരു ആവശ്യം. നിഗംബോധ് ഘട്ട് എന്ന് പറയുമ്പോൾ അതൊരു പൊതു ശ്മശാനമാണ്. അത്തരത്തിൽ അവിടെ ഒരു സ്മാരകം ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. കോൺഗ്രസ് വലിയ വിമർശനം ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നു. കാരണം രാജ്യത്തിൻ്റെ ആദ്യത്തെ സിഖ് പ്രധാനമന്ത്രിയെ കേന്ദ്ര സർക്കാർ അപമാനിക്കുകയാണ് എന്ന നിലപാടാണ് ഇതിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം മല്ലികാർജ്ജുൻ ഖാർഗെ ആകട്ടെ, പ്രിയങ്ക ഗാന്ധി ആകട്ടെ, KC വേണുഗോപാൽ ആകട്ടെ, പ്രധാന നേതാക്കൾ എല്ലാം കേന്ദ്ര സർക്കാരുമായി, മല്ലികാർജ്ജുൻ ഖാർഗെ നേരിട്ട് പ്രധാനമന്ത്രിക്കായി സംസാരിക്കുകയായിരുന്നു ചെയ്തത്. ഇത്തരത്തിൽ ഒരു സ്മാരകവും അതോടൊപ്പം തന്നെ ഈ സംസ്കാരം നടക്കുന്ന സ്ഥലം തന്നെ സ്മാരകമാക്കി മാറ്റാൻ ഒരു സ്ഥലം അനുവദിക്കണമെന്നായിരുന്നു അതിലൊരു ആവശ്യം ഉന്നയിച്ചത്. പക്ഷേ ആ ആവശ്യം കേന്ദ്രം അംഗീകരിച്ചില്ല. ഇപ്പോൾ ശിരോമണി അകാലിദൾ, നേരത്തെ BJPയുടെ സഖ്യകക്ഷിയായിരുന്ന പാർട്ടിയാണ്, ശിരോമണി അകാലിദളും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ നടപടി ശരിയായില്ല എന്നാണ് അവരുടെയും ഒരു വിമർശനമുള്ളത്.